ജയലക്ഷ്മി, കൊച്ചിയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. മഴ തൽക്കാലം ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അന്തരീക്ഷമെല്ലാം മേഘാവൃതമാണ്. ഏത് സമയവും മഴ പെയ്യാമെന്ന ഒരു പ്രതീതിയിലാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രി സാമാന്യം ഭേദപ്പെട്ട മഴ കൊച്ചി, പ്രത്യേകിച്ചും എറണാകുളം നഗരത്തിൻ്റെ അതുപോലെ റൂറൽ മേഖലയിൽ അടക്കമുണ്ടായിരുന്നു. കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി കുറച്ച് മഴ ഉണ്ടായിരുന്നു. ഈ നഗരത്തെ അപേക്ഷിച്ച് മഴ കൂടുതലായി ലഭിച്ചിരുന്നത് കിഴക്കൻ മേഖലകളായിരുന്നു. ഇന്നലെ വീണ്ടും നഗരമേഖലയിലേക്ക് കൂടി ഇപ്പോൾ മഴ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും പെരിയാർ അടക്കമുള്ള നദികളുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കര തൊടുന്ന നിലയിലാണ് ഇപ്പോൾ പെരിയാറിൽ ജലമുള്ളത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പൂയംകുട്ടി മേഖലയിൽ നിന്നും പൂയംകുട്ടി പുഴയിൽ നിന്നും ഒഴുകി വരുന്ന ജലം ഈ പെരിയാറിലോട്ടാണ് വന്നു ചേരുന്നത്. അത് നല്ല രീതിയിലുള്ളതിനാൽ തന്നെ അത് ഒരു കാരണം. അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൊണ്ടും പെരിയാറിൻ്റെ നിലവിലെ ജലനിരപ്പ് ഏകദേശം കര തൊടുന്ന നിലയിലാണുള്ളത്. ഇനിയിപ്പോൾ ഇടമലയാർ ഡാം ഒരുപക്ഷെ 163.5 അടിയാണ് അവിടെ ഡാം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ജലനിരപ്പ്. ഇപ്പോൾ ഏകദേശം 163 അടി ഉണ്ട്. ഒടുവിൽ കിട്ടുന്ന വിവരപ്രകാരം നമുക്ക് 163 അടി അടുത്ത് ജലമുണ്ട്. ഒരു 2 മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇടമലയാർ ഡാമും തുറക്കും. അതോടുകൂടി വീണ്ടും ഈ പുഴയിലേക്ക് അധികം വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തീരത്ത് താമസിക്കുന്നവരെല്ലാം അത് ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ്. എന്തായാലും കൊച്ചിയിലും കാര്യമായിട്ടുള്ള രീതിയിൽ മഴയില്ല എന്നുള്ളതാണ് വിഷ്ണു പറയുന്നത്. അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മഴ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്.